ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വീക്കെൻഡ് ആയിട്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ അത് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഹാപ്പിനെസ് ആണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തേതൊരു ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹായ് പറഞ്ഞേ, ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത്. ടങ് എന്തി, നോസ് നോസ്, ഐസ് ഐസ്, ഹെഡ്, ഇയേഴ്സ് ഏതാ, ഇയേഴ്സ് ഇയേഴ്സ് ഏതാ തനു? ഓക്കെ, തനുന്റെ മാല എന്തിയേ? മാല മാല ഏതാ? അങ്ങനെ തനുവിൻ്റെ വർത്താനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തനു അമ്മൂമ്മയ്ക്കിട്ട് ഒരു കടി കൊടുത്തു കേട്ടോ. എന്തിനാ കടിച്ചതെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് ഒരു കൂസലും ഇല്ല കേട്ടോ. അവളങ്ങ് നടന്നു പോയി. അവൾ നല്ല പോലെ അമ്മൂമ്മമാരെ രണ്ടുപേരെയും കടിക്കുകയും അടിക്കുകയും മാന്തുകയൊക്കെ ചെയ്യും. അവർ വന്നതിന് ശേഷം പിന്നെ പാത്തൂന് അടിയും കടിയൊക്കെ കുറവാട്ടോ കിട്ടുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്കും മുട്ടിനൊക്കെ ഓരോ നൗക്കം കിട്ടാറുണ്ട്. അമ്മമാരാണെങ്കിൽ വൈകിട്ടത്തെ ഓരോ ജോലികളിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ നടക്കുന്നത്. തനുവാണെങ്കിൽ തനുവിൻ്റേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പാത്രങ്ങളെടുത്ത് നിരത്തുന്നതാണ് കേട്ടോ അവളുടെ ഹോബി. അടുക്കളയിലാണ് കൂടുതൽ സമയം. അടുക്കളയിൽ പാത്രങ്ങൾ നിരത്താനും സിങ്കിൽ പോയി കൈയിടാനും വെള്ളം പിടിക്കുന്നതിനകത്ത് പോയി കൈയിടാനും എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ച് താഴെ ഇടാനും ഇതൊക്കെയാണ് അവളുടെ മെയിനായിട്ടുള്ള ഹോബീസ്. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അമ്മ ഉരുളി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് അമ്മമാർ വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റാനായിട്ട് പോവാണ്. സവോളയും കൊച്ചുള്ളിയൊക്കെ. അതിനിടയ്ക്ക് തനു കണ്ടില്ലേ വന്നിട്ട് ഓരോ കുരുത്തക്കേട് ഒപ്പിക്കും കേട്ടോ. നല്ലപോലെ ശ്രദ്ധിക്കണം അവളെ. പക്ഷെ പാത്തു ഈ സമയത്ത് അങ്ങനെ എന്താ പറയുക കുരുത്തക്കേടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ര ടെൻഷൻ എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിയാൽ അവൾ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഒന്നും പറ്റാഞ്ഞിട്ട് അവൾ സിങ്കിനകത്ത് പോയി കൈ ഇട്ടിട്ട് ആ വെള്ളവും തുടച്ചിട്ട് പോകുന്നുണ്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഈ സമയമൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം മിസ് ചെയ്യും. പെട്ടെന്ന് അവർ വളർന്നു പോകുമല്ലോ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ടെൻഷനാണെന്ന് പറഞ്ഞാലും പിന്നീട് ഓർത്തിരിക്കുമ്പോൾ അതൊക്കെ ഒരു രസമുള്ള കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ചാനലിൽ 2 കപ്പ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 3D ഫാമിലി വ്ളോഗ്സ് കപ്പ ബിരിയാണി റെസിപ്പി എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്പി വരും കേട്ടോ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. രണ്ടും നല്ല റെസിപ്പീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ് അമ്മമാരെ രണ്ടുപേരെയും കൂടെ കാണുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമാണ്, നിങ്ങൾ ഹാപ്പിയാണ്, അമ്മായിയമ്മ ഇത്ര നല്ല അമ്മായിയമ്മയാണോ, ഞങ്ങൾക്കൊക്കെ ഉള്ളത് തിരിഞ്ഞു പോലും നോക്കാത്ത അമ്മായിയമ്മമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് അമ്മയും അമ്മായിയമ്മയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കിതിന് മുന്നേ പലതവണ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ വീഡിയോസിലൂടെ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് കേട്ടോ. എല്ലാവരും വ്യത്യസ്തരാണ്, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപോലെ ബഹുമാനിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തെയും അനുഭവങ്ങളെയും ആശ്രയിച്ചിരിക്കും. കാരണം അമ്മയുമായുള്ള ബന്ധം നമ്മൾ ജനിച്ച ദിവസം മുതൽ തുടങ്ങുന്നതാണ്. ആ സ്നേഹവും അടുപ്പവും ഓർമ്മകളും എല്ലാം വേറെ തന്നെയാണ്. അമ്മായിയമ്മയായിട്ടുള്ള ബന്ധം വിവാഹത്തിന് ശേഷമാണ് തുടങ്ങുന്നത്. ആ ബന്ധം മനോഹരമാകാം, ഒരുപാട് സ്നേഹമുള്ളതാകാം, പക്ഷേ അതിന് സമയം കൊടുക്കണം. അത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായി അമ്മായിയമ്മയും കാണണം, അമ്മായിയമ്മയെ അമ്മയായിട്ട് നമ്മളും കാണണം. അതാണ് അതിനകത്തൊരു വ്യത്യാസം വരുന്നത്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നിയാൽ അത് ആരോടായാലും ഞാൻ തുറന്നു പറയും. അത് നേരത്തെ തൊട്ട് ഞാൻ അങ്ങനെയാണ്. അമ്മയോടായാലും അമ്മായിയമ്മയായാലും ദിനു ആയാലും. അതേസമയം എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വേണ്ടപ്പെട്ടവർ, എൻ്റെ ഫ്രണ്ട്സ് ആരായാലും എനിക്ക് പറയാനുള്ളത് പറയും. പക്ഷെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പുറത്തൊന്നും കാണിക്കത്തില്ല കേട്ടോ. എന്തും തുറന്നു പറയുന്ന ആ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അതുപോലെ ആരെങ്കിലും സോപ്പിട്ട് നിൽക്കാനോ അങ്ങനെ ഒരാളെ മാത്രം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയാണോ അത് തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ. അതിപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്ത് നിങ്ങളെ കാണിക്കാറില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഞാൻ അങ്ങനെ
എന്തെങ്കിലും പറയുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഒരാളുടെ മുന്നിൽ ഒരു മുഖവും മറ്റൊരാളുടെ മുന്നിൽ വേറൊരു മുഖവും കാണിക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ബന്ധം നിലനിൽക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും സ്നേഹവും പരസ്പര ബഹുമാനവും മനസ്സിലാക്കലുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ സംസാരിക്കാതെ വലുതാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ട് അമ്മായിയമ്മയുടെ വില അവിടെ കുറയുന്നില്ല. രണ്ടുപേരും ജീവിതത്തിൽ രണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളാണ്. അത് അംഗീകരിച്ചാൽ താരതമ്യങ്ങൾക്കും മത്സരങ്ങൾക്കും അധികം നമ്മൾ ഇടം കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ എല്ലാത്തിലും ഉപരി ഒരു ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ എഫേർട്ട് ഇടണം. അത് മരുമകൾ മാത്രം വിചാരിച്ചാലും പോലെ, അമ്മായിയമ്മ മാത്രം വിചാരിച്ചാലും പോലെ, രണ്ടുപേരും ഒരുപോലെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായവും അനുഭവവും വേറെ ആയിരിക്കാം. അതിനെ ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട്. കാരണം നമ്മുടെ വീഡിയോസ് കാണുമ്പം എപ്പോഴും ഇതിനെക്കുറിച്ചിട്ടൊരു ചർച്ച നടക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം കപ്പയും വേറെ വേവിച്ചു, അതുപോലെ നമ്മൾ ഇറച്ചിയും വേറെ വേവിച്ചിട്ട് അതെല്ലാം കൂടെ അമ്മയൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അമ്മ തന്നെയാണ് കേട്ടോ കൂടുതൽ പണികൾ ചെയ്തത്. ഞാനധികം നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ അധികം നിന്ന് ജോലി ചെയ്യാറില്ല. ഞാൻ ജോലി ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കുറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ എന്ന്. പക്ഷേ ഞാൻ കുറച്ചെങ്കിലും ചെയ്ത് പോയാലേ എനിക്ക് പിന്നീടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചായിട്ട് ജോലികൾ ചെയ്യുന്നത് കേട്ടോ. അതല്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എണീറ്റ് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും പെട്ടെന്ന് വയ്യാണ്ടാവും. അതേസമയം നമ്മളിതൊന്ന് കുറച്ച് മാനേജ് ചെയ്ത് കുറച്ച് സമയം നിന്ന്, കുറച്ച് സമയം ഇരുന്ന്, കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ജോലികൾ ചെയ്യുന്നത്. അതേസമയം ചില ദിവസം എനിക്ക് നല്ല വേദനയാണ്, ചില ദിവസം മാനേജ് ചെയ്ത് പോകാവുന്ന പെയിനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിലാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കുറച്ചായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ഹെൽപ്പും കൂടിയേ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തു പോകുമ്പം അവരും കൂടെ ഉണ്ടായെങ്കിലേ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് ഞാനൊന്ന് ഓക്കെ ആയിട്ട് വേണം എനിക്ക് അവരെ ഒന്ന് ഫ്രീ ആക്കി വിടാനായിട്ട് കേട്ടോ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ റെഡിയായി. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ടിട്ട് എടുക്കാം. അതേസമയം ഈ വറുത്ത തേങ്ങ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ ഉഷാമ്മ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് പിന്നെയും വേദനയും വയ്യാഴികയൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് അമ്മ കുറച്ചായിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്ന് വേദന കൂടും കേട്ടോ, ആർത്രൈറ്റിസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇപ്പോൾ വേദന കൂടുതലാണ്. അങ്ങനെ ബിരിയാണി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയോട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ കപ്പ ഒട്ടും നല്ലതായിരുന്നില്ല കേട്ടോ. കപ്പയാണെങ്കിൽ ഈ പൊടിയുള്ള കപ്പയുണ്ടല്ലോ, നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന പൊടിയുള്ള കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കപ്പ പൊടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കുന്ന ആ ഒരു ടൈപ്പായിരുന്നു. ഒരു ടേസ്റ്റും ഇല്ലാത്ത കപ്പ. അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടായിരുന്നുള്ള കാര്യം തുറന്നു പറയാമല്ലോ. അതേസമയം നമ്മുടെ ബിരിയാണി റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കപ്പയും നല്ല എല്ലും ഇറച്ചിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എന്തായാലും. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാട്ടോ ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ദിനു ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു ഓഫീസിൽ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പാത്തും കൂടെ ഒരു സിനിമ കാണാമെന്നും പറഞ്ഞ് സിനിമയും വെച്ചിട്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു സിനിമ പോലും മുഴുവനായിട്ട് കാണാൻ എനിക്ക് പറ്റാറും ഇല്ല, ഇരിക്കാറും ഇല്ല കേട്ടോ. ഈ വയ്യാഴികയൊക്കെ തുടങ്ങിയതിന് ശേഷം അങ്ങനെയാണ്. എന്തോ അങ്ങനെ എത്രയും നേരം ഇരിക്കാനും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാണാറും ഇല്ല കേട്ടോ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീക്കെൻഡ് ആകാൻ നോക്കിയിരിക്കും പുതിയ ഏതെങ്കിലും സിനിമ വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ആഴ്ചയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് കാണാനിരിക്കാൻ പറ്റാറില്ല. അങ്ങനെ ദിനു പോയി ഫ്രഷ് ആയൊക്കെ വന്നപ്പോഴത്തേക്കും തനു ഇങ്ങനെ കയ്യും പൊക്കി നിൽക്കുക കേട്ടോ, എടുക്കാനും പറഞ്ഞിട്ട്. സമയം 10 മണിയായിട്ടുണ്ട് ദിനു കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും. അത്രയും ലേറ്റ് ആയിട്ടാട്ടോ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ക്ലോക്കെ 10:30 കാണിക്കുന്നത് അരമണിക്കൂറോളം നമ്മുടെ ടൈം ഫാസ്റ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ദിനു ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ആ കപ്പയുടെ ആ ഒരു രുചി കിട്ടുന്നില്ല, കപ്പ കൊള്ളരുതാത്തതായതുകൊണ്ടാണെന്ന് പറഞ്ഞ് ദിനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കപ്പ എന്ന് ഞാൻ പറയുമ്പം ചിലർ വിചാരിക്കും ഇതെന്താ സാധനം എന്ന്. പക്ഷേ ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവാം. ചീനി വേവിച്ചതെന്നാണ് ചില സ്ഥലത്ത് പറയുക, ചിലയിടത്ത് കൊള്ളി എന്നാണ് തോന്നുന്നു പറയുന്നത്. നമ്മൾ പൊതുവെ ഇതിന് കപ്പ എന്നാട്ടോ പറയുന്നത്. അങ്ങനെ പിന്നെ പാത്തോനും സലാഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളും ടേസ്റ്റ് നോക്കി പറയാൻ മിടുക്കിയാണ് കേട്ടോ. കറക്റ്റ്
ഫസ്റ്റ് ടേസ്റ്റ് നോക്കി കാര്യം പറയും അവൾ. നേരത്തെ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പാത്തു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ കപ്പ ബിരിയാണി എടുത്തിട്ടുണ്ട്. കൂടുതൽ കുറച്ച് നമ്മൾ സവോള കൊത്തി അരിഞ്ഞ് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് അതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാച്ചാറും കൂടെ കൂട്ടാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതാ സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് നമ്മൾ കപ്പ ബിരിയാണി കഴിക്കുന്നത്. അപ്പം കപ്പ ബിരിയാണി നമുക്ക് ഇറച്ചി വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഉഷാമയ്ക്കാണെങ്കിൽ കപ്പ ഇറച്ചിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയുടെ നേരെ ഓപ്പോസിറ്റാണ്. നോൺ വെജിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അല്ലേ തന്നെ കഴിക്കുന്നത് ചിക്കനും മീനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ഒട്ടും വേണ്ട കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ മനം മറിഞ്ഞ് വരുമെന്നും പറഞ്ഞിട്ട് അമ്മ അതെല്ലാം ഒഴിവാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അമ്മയ്ക്ക് കപ്പ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും തൈരും ഒക്കെ കൂട്ടിയാണ് കേട്ടോ അമ്മ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്